ഏവർക്കും ക്യൂൻ മേരി ടോക്സിലേക്ക് സ്വാഗതം. സങ്കീർത്തനം 127 3-4 തിരുവചനം. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനം. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. ദൈവം തന്റെ പദ്ധതി അനുസരിച്ച് ദൈവമഹത്വത്തിനും ലോക നന്മയ്ക്കുമായി വൻ കാര്യങ്ങൾ ചെയ്യുന്നതിന് സൃഷ്ടിച്ച അനേകായിരം ശിശുക്കൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നശിപ്പിക്കപ്പെടുന്നു. പല മാരക രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കപ്പെടേണ്ടിയിരുന്ന ഡോക്ടർമാരും അതിലുൾപ്പെടും. കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് നശിപ്പിക്കുന്ന ഈ മാരക പാപത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ കരച്ചില് ദൈവം സ്വർഗത്തിലിരുന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പല ഗർഭപാത്രത്തിലും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത്. പല അമ്മമാരും കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ചും നിരാശപ്പെട്ടും കഴിയുകയാണ്. ഗർഭചിത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച അമ്മമാരുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഉദരത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെടുന്നത്. ജെറമ്യ 1:5 പറയുന്നുണ്ട്. തിരുവചനം ഇപ്രകാരം പറയുന്നു: മാതാവിന്റെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജ്ഞാനം 12:6 പറയുന്നുണ്ട്: കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ജ്ഞാനം 12:6 ഉൽപ്പത്തി 21:17 പറയുന്നുണ്ട്: കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ജ്ഞാനം 12:6 പറയുന്നുണ്ട്: നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കന്മാരെ നശിപ്പിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. ഗർഭചിത്രം ചെയ്യുന്ന സ്ത്രീകൾ ഇന്ന് ദുഃഖത്തിലും നിരാശയിലുമാണ് കഴിയുന്നത്. അവർ ഭയത്തിലാണ് കഴിയുന്നത്. ഈ ഭയം അവരെ വിട്ടുപോകുന്നില്ല. ഇനിയൊരു കുട്ടിയെ ദൈവം തരുമോ? തരുന്ന കുട്ടികൾക്ക് തന്നെ എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ കുട്ടികൾ, അവർക്ക് വേറെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രോഗം വരുമ്പോഴത്തേന് ഞാൻ ഈ തെറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെങ്ങാനും മരിച്ചു പോകുമോ? അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന സ്ത്രീകളുണ്ട്. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതിരിക്കാം. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. അവരെ പോറ്റുവാനുള്ള വഴി നമുക്ക് ദൈവത്തോട് ചോദിച്ച് മേടിക്കാം. വയലിലെ പുല്ലിനും പറന്നു നടക്കുന്ന പക്ഷികൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ ദൈവം നമുക്കും ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണം ദൈവം തരും. ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ടെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. സംഖ്യ 32:23 കൂടി ദൈവം പറയുന്നുണ്ട്: നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ നശിപ്പിക്കാതിരിക്കാം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയും ഒരു സ്ത്രീയാണ്, അമ്മയും ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവത്തിന് നന്ദി, സ്തുതി.